ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുറേയൊക്കെ ഒരു വലിയ പ്രശ്നത്തിനിടയ്ക്ക് ഒരു പരിഹാരമാകുകയും സത്യം തെളിയുകയൊക്കെ ചെയ്യുന്ന ഒരു വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ നന്ദു ആണെങ്കിൽ SI ആയിട്ട് ചാർജ് എടുത്തു. ഇനി നന്ദുവിൻ്റെ കളികൾ അവിടെ തുടങ്ങുകയാണ് കേട്ടോ. അതേസമയം അവസാനം നമ്മുടെ നവ്യ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. നയന പറഞ്ഞിട്ട് കൂടി മനസ്സിലാക്കാത്ത നവ്യ സ്വയം മനസ്സിലാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ അബി പറ്റിക്കുകയായിരുന്നെന്നുള്ള വിവരം അതങ്ങ് അറിയുമ്പം ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് നവ്യ മാറുകയാണ്. അങ്ങനെ നവ്യ കനകയുടെ അടുത്ത് എന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ് പറയുന്നുണ്ട്, അമ്മേ എന്നെ അബി പറ്റിക്കുകയായിരുന്നു, ഞാൻ ഇത്രയും നാളും വിശ്വസിച്ചിരുന്നത് തെറ്റായി പോയി എന്നൊക്കെ. ആ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നന്ദുവിനെ കാണാനായിട്ട് അനി ചെല്ലുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നന്ദു ഒഴിവാക്കി വിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. നന്ദു പറയുന്നുണ്ട് ASIയോട്, എനിക്കിപ്പോൾ സമയമില്ലെന്ന് പറഞ്ഞേക്ക്, ഡ്യൂട്ടിക്ക് ശേഷം കാണാം എന്ന് പറഞ്ഞു വിടുകയാണ്. അതേസമയം എനിക്കങ്ങ് ദേഷ്യമാവുകയാണ് കേട്ടോ. ഇവളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാഞ്ഞിട്ടൊന്നും അല്ല ഇവളിങ്ങനെ ചെയ്യുന്നത്. ഇവൾ മനഃപൂർവ്വം എന്നെ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അവളിപ്പോൾ SI ആയപ്പോൾ അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, എന്തായാലും ഇതിനൊരു പണി കൊടുത്തിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്നൊക്കെ അനിയും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അനി പുറത്ത് വെയിറ്റ് ചെയ്യുകയൊക്കെയാണ്. അനി ഒരു ട്രിക്കിൽ കൂടെ നന്ദുവിനെ കാണുകയും നന്ദുവിൻ്റെ അടുത്ത് എത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുമുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ അനാമികയ്ക്ക് ആകപ്പാടെ കിട്ടിയ ഒരു വലിയൊരു അടിയായിട്ടാണ് ഇരിക്കുന്നത്. നന്ദു SI ആയിട്ട് നാട്ടിലെ സ്റ്റേഷനിൽ തന്നെ വന്നത്. അത് മൂർത്തി മുത്തശ്ശൻ പറഞ്ഞിട്ട് ആണ് അവിടെ ജോയിൻ ചെയ്തതെന്നുള്ള വിവരം അറിയുകയും കൂടെ ചെയ്യുമ്പം അനാമികയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് തകർത്ത് നിൽക്കുക. വേണുവും രേവതിയും പാവം അടിയൊക്കെ കൊണ്ടിട്ട് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ ചെല്ലുന്നുണ്ടെങ്കിലും അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും നന്ദുവാണ് അവിടുത്തെ SI എന്ന് അറിയുമ്പോൾ പിന്നെ പരാതിയൊന്നും കൊടുക്കാതെ അവർ തിരിച്ചു പോരുകയാണ്. വന്ന് അനാമികയോട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുമ്പോൾ അനാമിക പറയാണ്, ഇനിയിപ്പം നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾ ഇനി ഇവിടെ വന്ന സ്ഥിതിക്ക് നമ്മുടെ പഴയ കേസുകളൊക്കെ പൊക്കൂന്ന് പറയാണ്. അപ്പോൾ വേണു പറയാം, ശരിയാ, എൻ്റെ കുറേ കേസുകളൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം എടുത്ത് ഇനി ഇവിടെ കണ്ടുപിടിച്ച് കാര്യങ്ങളൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി നടക്കുകയേ വേണ്ട എന്നൊക്കെ പറയാം. അപ്പോൾ ഒരു വലിയ അടി കിട്ടിയ മട്ടാണ് അനാമികയ്ക്കും രേവതിക്കും അതുപോലെ തന്നെ വേണുവിനും കേട്ടോ. അങ്ങനെ അനാമിക അനന്തപുരിയിലേക്ക് തന്നെ തിരിച്ചില്ലാണ്. ആകെപ്പാടെ തുള്ളി കളിച്ചാണ് കേട്ടോ ചെല്ലുന്നത്. ചെന്ന പാടിയ ജലജയുടെ അടുത്തേക്ക് തന്നെയാണ് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ചിലരൊക്കെ നന്ദുവിനെ വീണ്ടും ഇങ്ങോട്ട് കയറ്റാനുള്ള ശ്രമങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. അതിനല്ലെങ്കിൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഇതിന് കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് പറയുമ്പോൾ ജലജ ചോദിക്കുക, എന്തിനാ അച്ഛനും അമ്മയൊക്കെ കൂട്ടുന്നത്? അല്ലേലും അച്ഛനും അമ്മയൊക്കെ കൂട്ടു നിൽക്കും. നയനയും അവളുടെ വീട്ടുകാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നന്ദുവിന് മുഴുവൻ പോലും വിളിക്കില്ല അച്ഛനും അമ്മയും. എന്താ ഇപ്പം ചെയ്തത് അവരെന്ന് ചോദിക്കാം. നന്ദു ഇല്ലേ, അവളാണ് നമ്മുടെ ഇവിടുത്തെ സ്റ്റേഷനിലെ SI എന്ന് പറയുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ അതെ അതറിഞ്ഞു, അവൾ ഇവിടെ വന്നൊരു ഷോ ഓഫൊക്കെ കാണിച്ചിട്ടാണ് പോയത്. നിൻ്റെ ഭർത്താവ് അനിയെ കാണാൻ വേണ്ടി വന്നതായിരിക്കും. പോലീസ് യൂണിഫോമിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ചേച്ചിമാരെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നത്. പക്ഷേ ചേച്ചിമാരെ കാണാനൊന്നും വന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അനിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയായിരിക്കും അവൾ വന്നതെന്ന് പറയാണ്. അപ്പം അനാമിക പറയുന്നുണ്ട് കേട്ടോ, പിന്നല്ലാതെ അവൾ അനിയെ കാണാൻ വേണ്ടി തന്നെ വന്നതാ, ഓരോ കള്ളത്തരവും പറഞ്ഞ്. എന്നിട്ട് അനിയെ കണ്ടോ, രണ്ടും കൂടി ശൃംഗരിച്ചോ എന്നൊക്കെ അനാമിക ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ ജലജ പറയേ, ഇല്ല, അവൻ മുകളിലെങ്ങാണ്ട് നിന്ന് എക്സസൈസ് ചെയ്യായിരുന്നു. സാധാരണ ഇതിലെ തേരാപാര നടക്കുന്നവനാ. ഇന്ന് എന്തായാലും മോളുടെ ഭാഗ്യത്തിന് അവൻ മുകളിലായിരുന്നു. ഇവള് വന്നപ്പോൾ ചുറ്റും കണ്ണോടിച്ച് നോക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അനിയെ കണ്ടില്ല. അവൾ ചേച്ചിമാരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് പോയി. ഇവിടുത്തെ സ്റ്റേഷനിൽ തന്നെയാണ് ജോയിൻ ചെയ്യുന്നതെന്നും പറഞ്ഞു എന്ന് പറയാണ്. അപ്പോൾ അനാമിക പറയാം, പിന്നല്ലാതെ അവൾ ഇവിടുത്തെ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യാൻ കാരണം ആരാന്നറിയോ? ഇവിടുത്തെ മുത്തശ്ശനാണെന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണോ? മുത്തശ്ശൻ്റെ റെക്കമെൻഡേഷൻ കൊണ്ടാണ് അവൾക്ക് ഇവിടെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റിയത്. ഇവിടെ തന്നെ അവൾക്ക് പോസ്റ്റിംഗ് കിട്ടിയതും. ഇനിയിപ്പോൾ സൗകര്യമായല്ലോ എല്ലാ കാര്യത്തിനും. എനിക്ക് എപ്പോഴും സ്റ്റേഷനിൽ പോയി വേണമെങ്കിൽ കാണാം. എന്തായാലും നമ്മളെയൊക്കെ ഇവിടെ ഒരു വിലയും തന്നിട്ടില്ലല്ലോ. അവളുമാർക്കൊക്കെ അല്ലേ ഈ വീട്ടിൽ വിലയുള്ളൂ. എന്ത് മായാജാലം അവരെല്ലാം കാണിച്ചു കൂട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ജലജയും പറയണം, അച്ഛൻ ചെയ്തതാണെങ്കിൽ അച്ഛനും കണ്ണിയും മുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അനിയുടെ ഭാര്യയായിട്ട് അവളെ ഇവിടെ കയറ്റണമെന്ന് വല്ലതും വിചാരിച്ചിട്ടുണ്ടോ അനാമികയെന്ന് ചോദിക്കുക. അതൊന്നും എനിക്കറിയില്ല. എന്തായാലും എൻ്റെ തലയ്ക്ക് വട്ട് പിടിച്ച് നിൽക്കുകയാണ്. അവളും കൂടി ഈ സ്റ്റേഷനിൽ SI ആയിട്ട് വന്നപ്പോൾ പിന്നെ ഇനി എന്ത് പറയാനാ? ക്യാമ്പിൽ പോയി കിടന്നപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായിരുന്നു. ഇനി എപ്പോൾ വേണേലും ഇവിടെ വന്ന് കയറുകയും അവൻ അങ്ങോട്ട് പോവുകയും ഒക്കെ ചെയ്യാം. പിന്നെ അത് തന്നെയല്ല, ഇനി എന്തെല്ലാം കള്ളക്കേസുകളാണോ അവൾ എൻ്റെയൊക്കെ പേരിൽ ഉണ്ടാക്കിക്കൊണ്ട് വരുന്നത്.
അപ്പം ജലജ പറയാ, ആ അങ്ങനെയുണ്ട്, നമ്മളെ കൊടുക്കാൻ വേണമെങ്കിൽ ഇനി അവൾക്ക് കള്ളക്കേസ് ഒപ്പിക്കാം, എന്തായാലും അവളുമാരുടെയൊക്കെ സമയം എന്ന് ജലജയും പറയുകയാണ് കേട്ടോ. അതേസമയം ആദർശം നയനയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. നന്ദു ഇവിടെ തന്നെ പോസ്റ്റിംഗ് കിട്ടി വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയിലെ കേസുകളൊക്കെ അവള് അന്വേഷിക്കുമായിരിക്കും അല്ലേ ആദർശേട്ടാന്ന് ചോദിക്കുകയാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, പിന്നല്ലാതെ പഴയ എസ് ഐ ഒരു മുരടനായിരുന്നു, അയാൾ കാശ് വാങ്ങിയിട്ട് ആ കേസ് വൈകിപ്പിച്ചതാണെന്നാണ് തോന്നുന്നത്, അല്ലെങ്കിൽ പിന്നെ അന്ന് അന്വേഷണം ഒന്നും ആകാതെ പോവില്ല. ഇനിയിപ്പം നന്ദു ആയപ്പം കാര്യങ്ങൾക്കൊക്കെ ഒരു നീക്കുപോക്കുണ്ടാകുമെന്ന് മുത്തശ്ശനും പറഞ്ഞു. ഏതായാലും നന്ദു നിഷ്പക്ഷമായിട്ടേ അന്വേഷണം നടത്തുള്ളൂ, മുഖം നോക്കാതെ നടപടിയെടുക്കുകയുള്ളൂ, ആ കാര്യത്തിലൊന്നും സംശയമില്ല എന്ന് ആദർശ് പറയുക. അപ്പം നയനയും പറയാ, ശരിയാ, അവൾക്ക് ഇനിയും ഒരുപാട് ശത്രുക്കളുണ്ടാവും, ഇപ്പം തന്നെ ഉണ്ട് ഒരുപാട് പേര്, ഇനിയും ശത്രുക്കളുണ്ടാവും എന്ന് പറയാണ്. അപ്പോഴേക്കുമാണ് നന്ദുവിൻ്റെ കോള് വരുന്നത് കേട്ടോ. നയന ഫോൺ എടുക്കുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ചേച്ചി ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കുക. ആ കഴിച്ചു മോളെ, നീ ഭക്ഷണമൊക്കെ കഴിച്ചോ, എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസം എന്നൊക്കെ ചോദിക്കുകയാണ് നയന. അപ്പം നന്ദു പറയാ, ചേച്ചി ഞാൻ വിളിച്ചത് വേറൊന്നിനുമല്ല, ആ വേണുവും രേവതിയും കൂടി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഞാൻ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ അവരെയാണ് കണ്ടത്, ആദ്യത്തെ അറ്റംപ്റ്റ് അവരുടെ അടുത്ത് തന്നെയായിരുന്നു. ആണോ, എന്താ മോളെ അവർ വന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാം, അവരെ കഴിഞ്ഞ ദിവസം ആരോ വീട്ടിൽ കയറി തല്ലിയെന്ന് പരാതി പറയാൻ വേണ്ടി വന്നതാ, 3 പ്രാവശ്യം മൊത്തം തല്ലിയെന്നാ പറഞ്ഞത്, അതിന് പരാതി എഴുതി കൊടുക്കാൻ എൻ്റെ മുമ്പിലേക്കാണ് വന്നത്. ആഹാ, അത് കൊള്ളാമല്ലോ, എന്നിട്ട് പരാതി എഴുതി തന്നോ മോളെ? എവിടെ നിന്ന് പരാതി എഴുതി തരാൻ, എന്നെ കണ്ടപ്പോഴേ അവരുടെ കാറ്റ് പോയി, മൊത്തം വിറച്ച് 2 പേരും പരാതിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നയന പറയാം, മോളെ ഇനി ഇങ്ങനെയുള്ള കടുങ്കൈകളൊന്നും ചെയ്യാൻ പോകരുത്, പഴയതുപോലെ ഒന്നും അല്ല നീ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലായിരിക്കുന്നത്, അത് നിനക്ക് എപ്പോഴും ഓർമ്മ വേണമെന്ന് പറയുക. അപ്പം നന്ദു പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എനിക്ക് ആർക്കും ഇരുട്ടടി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, തെറ്റ് ചെയ്തവരെ നേരിട്ട് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യാനുള്ള വകുപ്പൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പോൾ എന്നിട്ട് നന്ദു തന്നെ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് അനാമികയും അവളുടെ അച്ഛനെയും അമ്മയാണ്. പല കേസുകളും ആ വേണുവിൻ്റെ പേരിൽ സ്റ്റേഷനിലുണ്ട്, ഞാൻ ചില ഫയലുകളൊക്കെ കണ്ടു എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുക, അനാമികയുടെ അച്ഛൻ്റെ പേരിൽ അത്രയ്ക്ക് കേസൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ മോളെ എന്ന് ചോദിക്കാൻ. പിന്നെ ഉണ്ടോയെന്ന്, എത്രയധികം ഫ്രോഡ് കേസുകളാണ് ഉള്ളതെന്നറിയാവോ, ഞാനിവിടെ പഴയ പോലീസുകാരോടൊക്കെ അന്വേഷിച്ചപ്പം അയാൾ അത്ര പന്തിയല്ലെന്നാണ് പറഞ്ഞത്, പല സ്ഥലത്തും പല കേസുകളും ഉണ്ടെന്നും തട്ടിപ്പ് വീരനാണെന്നും ഒക്കെ അറിഞ്ഞു. എന്തെല്ലാം പറഞ്ഞ അനന്തപുരിയിൽ അനാമിക വന്ന് കയറിയത് കോടീശ്വരിയാണ്, എല്ലാ അന്തസ്സും അഭിജാതിയുള്ള കുടുംബത്തിൽ നിന്നാണ് വരുന്നത്, മലേഷ്യയിലാണ് താമസം എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അവൾ അവിടെ വന്ന് കയറിയത്. എന്നിട്ടിപ്പോൾ എന്തായി, പറയാനൊരു അഡ്രസ്സ് പോലും ഇല്ല, ഒരു 10 പൈസയുടെ വരുമാനവും ഇല്ല, ഒന്നുമില്ലാതെ പെരുങ്കള്ളനാണ് വേണു. കാണുന്നവരോടെല്ലാം പണം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാതെ എത്ര കേസുകളുണ്ടെന്നറിയാവോ, അതുപോലെ കൊട്ടേഷൻ കേസുകൾ, അങ്ങനെ ആകെപ്പാടെ ഒരു തരികടയാണ്. അനാമികയെക്കുറിച്ചും അങ്ങനെ നല്ല അഭിപ്രായമൊന്നും പോലീസുകാരുടെ ഇടയിലില്ല, പഴയ ചില കേസുകളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അനിയെ ചതിച്ച് തന്നെ അവർ ആ വീട്ടിൽ കയറിക്കൂടിയതെന്നുള്ളതിന് സംശയമില്ല എന്ന് പറയാം. അപ്പം നയന പറയാം, അത്രയൊക്കെ ഉണ്ടോ മോളെ? ഓരോന്നായിട്ട് എനിക്കിനി ചെകഞ്ഞെടുക്കാനുണ്ടെന്ന് പറയുമ്പം നയന പറയാം, വേണ്ട മോളെ, വേണ്ടാത്തതിനൊന്നും പോകണ്ട, വെറുതെ അവരുടെ ശത്രുത, അങ്ങനെ ശത്രുത നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ ചേച്ചി? ഞാനിപ്പോൾ ഇങ്ങനൊരു പൊസിഷനിൽ ഇരിക്കുമ്പം ആൾക്കാർക്ക് ശത്രുത ഉണ്ടാവുമെന്ന് വെച്ച് കേസ് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? തെറ്റ് ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടണ്ടേ എന്നൊക്കെ നന്ദുവും ചോദിക്കുക കേട്ടോ. അത് കഴിയുമ്പം നയനയാണ് ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ നന്ദു വിളിച്ചിരുന്നു, നന്ദു ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞെന്ന് പറയാം. എന്താണെന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് കേട്ടോ, അനാമികയുടെ അച്ഛൻ വേണു രേവതി അവിടെ പരാതി പറയാൻ ചെന്ന കാര്യങ്ങളും അത് നന്ദുവിനെ കണ്ട് പരാതിയൊന്നും ഇല്ലയെന്ന് അവർ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നെന്നും ഒക്കെ ആദർശിനോട് പറയുമ്പോൾ ആദർശ് ചിരിക്കുകയാണ് കേട്ടോ. അപ്പം നയന പറയാം, എനിക്കങ്ങ് പേടിയാവുന്നുണ്ട് നന്ദു പറയുന്നത് കേട്ടിട്ട് എന്ന് പറയുമ്പം ആദർശ് ചോദിക്കുക, അവളൊരു പോലീസ് ഓഫീസറല്ലേ, നീ എന്തിനാ അതിന് പേടിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അല്ല, ഇനിയും പല കേസുകളും ആ വേണുവിൻ്റെ പേരിലും അനാമികയുടെ പേരിലും ഒക്കെ സ്റ്റേഷനിൽ കിടപ്പുണ്ടെന്നാണ് നന്ദു പറഞ്ഞത്, അങ്ങനെ അതെല്ലാം അവൾ ചെകഞ്ഞെടുത്ത് പരിശോധിച്ച് അതിലൊക്കെ അറസ്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും പറഞ്ഞു. അങ്ങനെയൊക്കെ ആകുമ്പം വീണ്ടും ശത്രുത വർദ്ധിക്കില്ലേ, കുടുംബത്തിന് പ്രശ്നങ്ങളുണ്ടാവില്ലേ, ഭയങ്കര ഫ്രോഡാണ് വേണുവെന്നൊക്കെയാണ് നന്ദു പറഞ്ഞിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പം ഉടനെ ആദർശ് പറയാണ്, അതെനിക്കും സംശയം ഉണ്ടായിരുന്നു, പല സ്ഥലത്തുനിന്ന് ഞാൻ അറിഞ്ഞതാണ്, അനാമികയുടെ വീട്ടുകാർ അത്ര പന്തിയൊന്നും അല്ലെന്ന്. അനിയുമായിട്ടുള്ള വിവാഹത്തിൻ്റെ അന്ന് തന്നെ വേണു പണം കൊടുക്കാനുള്ള ഒരാൾ അവിടെ വന്ന് ബഹളം വെച്ച കാര്യം തന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പണം തിരികെ കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ആ വിവാഹം അന്ന് നടന്നത്, ഇല്ലെങ്കിൽ അവിടെ വെച്ചത് മുടങ്ങിപ്പോയേനെ. അതുപോലെ പല സ്ഥലത്തും പറ്റിക്കുന്ന ഒരാളാണ് ഈ വേണുവെന്ന് ഞാനും അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വിവാഹത്തിന് ശേഷം ഇനിയിപ്പം അതൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്നാലും അവർ അനന്തപുരി
ജോലിക്കാരെ പറ്റിച്ചാണ് കയറിക്കൂടിയത്. അനാമികയാണെങ്കിലും അനന്തപുരിയിലെ സ്വത്തും പണവും കണ്ടുകൊണ്ട് മാത്രം വന്നവളാണെന്നാ എനിക്ക് തോന്നുന്നത്. അനി പറയുന്നതിലും ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് നയനയെന്ന് പറയാ. അപ്പം നയനയും പറയാ, ശരിയാ, അനി പറയുന്ന അങ്ങനെ മുഴുവനും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അനാമിക സ്വത്തും പണവും മോഹിച്ചു മാത്രമാണ് വന്നത്, അല്ലാതെ അനിയോട് അവൾക്ക് സ്നേഹമൊന്നുമില്ല. അവൾ അത്ര പന്തിയാണെന്ന് എനിക്കും തോന്നുന്നില്ലെന്ന് നയന പറയാണ്. അപ്പോൾ ആദർശം പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അനിയുടെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അവനെ വഴക്ക് പറയാതിരിക്കാനും നന്ദുവിൻ്റെ പുറകെ ഇനി നടക്കരുതെന്ന് പറയാതിരിക്കാനും ഒന്നും പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ അവനെ ഇങ്ങനെ ഉപദേശിക്കുന്നത്. ചില സമയം എനിക്ക് വിഷമം തോന്നും അവൻ്റെ അവസ്ഥ ഓർത്തിട്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നന്ദു തന്നെ മൂർത്തീസ് ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആ കേസ് അന്വേഷിക്കാൻ തീരുമാനിക്കുകയാണ്. പഴയ ഫയലുകളിൽ നിന്നൊക്കെ ആ കേസ് കിട്ടുമ്പം നേരെ ആദർശിനെ തന്നെ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ നന്ദു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആദർശേട്ടാ ഇങ്ങനൊരു കേസ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ എന്ന് ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഉണ്ടായിരുന്നു, അന്വേഷണം നടന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ SIക്ക് അത് അത്ര താല്പര്യമില്ലാത്ത പോലെ തോന്നി, ഒന്നും അങ്ങോട്ട് മുന്നോട്ട് നീങ്ങുന്നില്ലായിരുന്നു. നമ്മുടെ ജ്വല്ലറിക്ക് തന്നെ വളരെയധികം മോശം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമായിരുന്നു അത്. നമ്മുടെ ജ്വല്ലറി വഴി കള്ള സ്വർണം ടാക്സ് വെട്ടിച്ച് ആഭരണങ്ങളാക്കി വിൽക്കുക എന്നുള്ളത്. അത് ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ട ആരോ ആണ് ചെയ്തിരിക്കുന്നത്. പല സ്റ്റാഫിനെയും വിളിച്ച് ഞാനും മുത്തശ്ശനും ഒക്കെ ചോദിക്കുകയുണ്ടായി. പക്ഷേ ആരും അതങ്ങ് സമ്മതിച്ചു തന്നിട്ടില്ല. അതുകൊണ്ടാണ് കേസ് കൊടുത്തത്. ഇങ്ങനൊരു കേസ് നിലനിൽക്കുമ്പം ഇനിയും അത് ചെയ്യാൻ ആ വ്യക്തി മടിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് തന്നെയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. അപ്പോഴേക്കുമാണ് നന്ദു പറയുന്നത്, അല്ല ഇതിവിടെ ഞാൻ കണ്ടു അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയുമ്പം പറയാണ്, ഇനിയിപ്പോൾ ഈ കാര്യത്തിലൊക്കെ നല്ലൊരു അന്വേഷണം ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നന്ദു നല്ല രീതിയിൽ അന്വേഷിക്കണം എന്ന് പറയുമ്പം നന്ദു പറയുന്നുണ്ട്, അതെന്തിനാ ആദർശിട്ടാ പ്രത്യേകിച്ച് പറയേണ്ടത്? അനന്തപുരി മൂർത്തീസ് ജ്വല്ലറിയൊക്കെ നമ്മളൊരു കുടുംബമല്ലേ. അടുത്ത ദിവസം തന്നെ ഞാൻ ജ്വല്ലറി വന്ന് കുറേ സ്റ്റാഫിനെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യും, അന്വേഷണം നല്ല രീതിയിൽ തന്നെ നടത്തുകയും ചെയ്യുമെന്ന് പറയുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തിനുള്ള ഒരു അധികാരം നന്ദുവിന് തന്നിട്ടുണ്ട്, ഏത് സ്റ്റാഫിനെ വേണേലും ചോദ്യം ചെയ്യാം, ഏത് രീതിയിലുള്ള അന്വേഷണത്തിലും ഞങ്ങൾ സഹകരിക്കുന്നതാണ്. പക്ഷേ ഇത് തെറ്റ് ചെയ്ത് ആരാണെന്ന് വെച്ചാൽ അവരെ ഒന്ന് കണ്ടുപിടിച്ച് കിട്ടണം എന്ന് പറയാണ് കേട്ടോ. അപ്പം നന്ദു അതെല്ലാം ഓക്കെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതേസമയം നമ്മുടെ അബിക്ക് ഒരു ജ്വല്ലറിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ആ ജ്വല്ലറി വഴിയും കള്ള സ്വർണം കടത്താനായിട്ട് അബി നന്നായിട്ട് നോക്കുന്നുണ്ട്, ചെയ്യാൻ ശ്രമിക്കുന്നുമുണ്ട്. ചില സ്റ്റാഫുകളെയൊക്കെ വിളിച്ച് ചോദ്യം ചെയ്യുകയും അവരെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരൊക്കെ പഴയ ആൾക്കാരായതുകൊണ്ട് തന്നെ അവരാരും സമ്മതിക്കുന്നില്ല കേട്ടോ. അവർ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു കാര്യത്തിന് ഞങ്ങൾ കൂട്ടു നിൽക്കില്ല അബി സാറേ. ആദിർ സാർ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ ജ്വല്ലറിക്ക് ഒരു പേരും പെരുമയൊക്കെ ഉണ്ട്. അതുമാത്രമല്ല, നേരത്തെ ഇതുപോലൊരു പ്രശ്നം ഉണ്ടായതല്ലേ. ഇനിയിപ്പോൾ സാർ ഇങ്ങനെ നിർബന്ധിച്ചാൽ ഞങ്ങളത് ചെയ്യില്ല എന്ന് പറയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അബി അവരെ ഭീഷണിപ്പെടുത്തുവാണ്. ഓ, നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഇത്രയും ധൈര്യമായല്ലേ, ഞാനാണ് ഇവിടുത്തെ ആളെന്ന് ഓർമ്മ വേണമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, ഇനി സാർ ഇതുപോലെ നിർബന്ധിച്ചാൽ നിങ്ങൾ മൂർത്തി സാറിനെ വിളിച്ച് വിവരം പറയുമെന്ന് പറയുമ്പം അബി ഒന്ന് പേടിച്ചൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കണക്കിലും ഭയങ്കരമായിട്ടുള്ള തിരിമറികളൊക്കെ അബി നടത്തുകയാണ്. കുറേ പണമൊക്കെ കണക്കൊക്കെ തെറ്റിച്ച് മാറ്റിയൊക്കെ ചിലവാക്കുക, വകമാറ്റി ചിലവാക്കുകയൊക്കെ ചെയ്യുകയാണ് അബി. അതൊക്കെ ആ മാനേജർ കണ്ടുപിടിച്ചിട്ട് ആദർശിനെ വിളിച്ച് അറിയിക്കുന്നുണ്ട് കേട്ടോ. ആദർശിനോട് പറയാണ്, അബി സാറ് ഇവിടെ ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്റ്റാഫുകൾക്കൊന്നും താല്പര്യമല്ല, എല്ലാവരെയും ആവശ്യമില്ലാതെ വഴക്ക് പറയുകയും സാറിൻ്റെ ഒപ്പം നിൽക്കാത്തവരെ എല്ലാം മോശമായിട്ട് സംസാരിക്കുകയോ ഒരു ലീവ് പോലും കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ സ്റ്റാഫിൻ്റെ ഇടയിലെല്ലാം സാറിനോട് എതിർപ്പുണ്ട്. അതുപോലെ തന്നെ ഇതുവഴി സ്വർണം ആഭരണങ്ങളാക്കി മാറ്റാൻ പറഞ്ഞ് നമ്മുടെ ചില പണിക്കാരെയൊക്കെ സമീപിച്ചിരുന്നു. പക്ഷെ അവരതിനൊന്നും സമ്മതിച്ചില്ല. ഇനിയും അതിനെ നിർബന്ധിച്ചാൽ അവർ മൂർത്തി സാറിനെ വിളിച്ച് പറയുമെന്ന് അബി സാറിനോട് പറഞ്ഞെന്ന് പറയാണ്. അതുപോലെ കണക്കിലൊക്കെ ഒരു കറക്റ്റായ രീതിയിലൊന്നും അല്ല പോകുന്നതെന്നും പണം വകമാറ്റിയൊക്കെ ചിലവാക്കുന്നുണ്ട്, ഒരുപാട് പണമൊക്കെ എഴുതിയെടുക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ മാനേജർ ആദർശിനെ അറിയിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ശരി, അതൊക്കെ അവൻ ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നു, എനിക്ക് മുത്തശ്ശന് നല്ല ഉറപ്പായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് തന്നെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആക്കി ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവൻ കുത്തഴിഞ്ഞ രീതിയിൽ പോകുമ്പം അതപ്പം തന്നെ എന്നെ അറിയിക്കണം എന്ന് പറയാണ്. നമ്മുടെ ജ്വല്ലറിക്കാണ് മോശം, അതുപോലെ പാരമ്പര്യമായിട്ടുള്ള നമ്മുടെ ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് പോലും നിന്ന് പോകരുത്, അതിനു വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതിനുശേഷം ആദർശ് മുത്തശ്ശനോട് ഇക്കാര്യം പറയുന്നുണ്ട്, അബിയുടെ കുത്തഴിഞ്ഞ രീതിയിലുള്ള ഒരു ഭരണം ആ ഒരു ബ്രാഞ്ച് നടത്തുന്നതിനെക്കുറിച്ച്. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, നമ്പി അന്ന് നിർബന്ധിച്ചത് കൊണ്ട് മാത്രമാണ് അവനെ അത് ഏൽപ്പിച്ചത്, പിന്നെ വേറെ ചില ഉദ്ദേശങ്ങളും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഓർത്തു, അതുകൊണ്ടല്ലേ നമ്മൾ വേറൊരു മാനേജരെ വെച്ചതെന്നൊക്കെ പറയാണ്. എന്നിട്ട് അബിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ വീട്ടിലെത്തുമ്പോഴേക്കും, അബി, നിനക്ക് ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചല്ലോ, അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നെന്ന് ചോദിക്കുക. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, എന്താ മുത്തശ്ശൻ എന്നെ വിശ്വാസമില്ലേ എന്ന് ചോദിക്കുകയാണ്.
അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, അതല്ല, ആ മാനേജർ എന്നെ ഇന്ന് വിളിച്ചിരുന്നു, ചില കാര്യങ്ങളൊക്കെ എന്നെ ഓർമ്മിപ്പിച്ചു, അത് നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് പറയാണ്. നമ്മുടെ ജുവലറിക്ക് ഒരു പാരമ്പര്യമുണ്ട്, അത് കളഞ്ഞു കുടിക്കാൻ നീ ശ്രമിക്കരുത്. നമുക്ക് ആവശ്യത്തിലധികം പണമുണ്ട്. ഇനിയും തെറ്റായ മാർഗങ്ങളിലൂടെ പണം ഉണ്ടാക്കാനായിട്ടുള്ള ശ്രമമൊന്നും അബിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്ന് പറയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, ഓഹോ, അപ്പം എല്ലാ ന്യൂസുകളും അപ്പാപ്പ വിളിച്ച് പറയാൻ വേണ്ടിയിട്ടാണല്ലേ ആദർശ് പുതിയ മാനേജറെ വെച്ചത്. എങ്ങനെയെങ്കിലും എന്നെ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത മാത്രമേ ഇവനുള്ളൂ, അതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അപ്പം നവ്യ അടുത്തുണ്ട് കേട്ടോ. അപ്പം നവ്യ പറയുന്നുണ്ട്, ശരിയാ ആദർശേട്ടൻ ഇപ്പോൾ പുതിയ മാനേജറെ വെച്ചത് എന്താ, അബി ഇല്ലായിരുന്നോ അവിടെ, അവൻ നോക്കില്ലായിരുന്നോ, എന്നിട്ട് അവനെ സംശയമുള്ളത് കൊണ്ടല്ലേ ഇങ്ങനെ ചെയ്തത്, എന്നിട്ട് ആവശ്യമില്ലാത്ത കുറ്റങ്ങളൊക്കെ അവൻ്റെ തലയെ ചുമത്തി ആ ചുമതല കൂടി ഇല്ലാതാക്കണം, അത്രയല്ലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുന്നുണ്ട്, ചേച്ചി ഈ കാര്യത്തിലൊന്നും ഇടപെടണ്ട, ഒരു തെളിവില്ലാതെ മുത്തച്ഛനും ആദർശേട്ടനും ഒന്നും അബിയെ കുറ്റം പറയാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ അബിയെ ഒന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്നിട്ട് മുത്തച്ഛനും ആദർശം സംസാരിക്കുന്നുണ്ട്, ഇവനായിരിക്കും ചിലപ്പം ജുവലറിയിൽ നേരത്തെയും ഈ കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്, ഏതായാലും നന്ദു അന്വേഷിക്കുമ്പോൾ നമുക്ക് വിവരങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് പറയാണ്. അങ്ങനെ നന്ദു അന്വേഷിക്കുകയും സ്റ്റാഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ ആ പഴയ സ്വർണ്ണപ്പണികാരൻ നന്ദുവിനെ കാണുമ്പം ഭയങ്കര ഭവ്യതയോടെ പറയുന്നുണ്ട്, ആ മേഡം മൂർത്തി ജ്വല്ലറിയുടെ ആൾ തന്നെയല്ലേ, അനന്തപുരിയിലെ കുട്ടി തന്നെയാണല്ലോ, അതുകൊണ്ട് പിന്നെ അന്വേഷണമോ എന്തുണ്ടായാലും നമുക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാണ്. എല്ലാത്തിലും മേഡത്തിൻ്റെ ഒരു കൈ കാണുമല്ലോ എന്ന് പറയുമ്പം ചോദിക്കുക നന്ദു, അല്ല എന്ത് പ്രശ്നം ഉണ്ടായാൽ ഇല്ലെന്നാ, ഞാനിപ്പോൾ എവിടുത്തെ കുട്ടിയാണേലും തെറ്റ് കാണിക്കുന്നവരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അന്വേഷിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ചുമതലയാണ്, അതിന് ഞാൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. മൂർത്തി മുത്തശ്ശൻ അതിന് എനിക്ക് സർവ്വ സ്വാതന്ത്ര്യം ഇവിടെ തന്നിട്ടുമുണ്ട് എന്ന് പറയാണ്. താൻ ആ സ്വർണ്ണപ്പണികാരനല്ലേ എന്ന് ചോദിച്ച് അയാൾ എടുത്തിട്ട് കൊടയാണ് കേട്ടോ. അപ്പോൾ അയാൾ അങ്ങോട്ട് സമ്മതിക്കുന്നുണ്ട്, അതെ ഞാൻ അങ്ങനെ ചെയ്തിരുന്നു, അത് അബിസാറ് പറഞ്ഞതുകൊണ്ടാണ് ചെയ്തത്, വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറിയിലെ ഒരു ട്രസ്റ്റിൻ്റെ ആൾ തന്നെയല്ലേ, അനന്തപുരിയിലെ കുട്ടിയല്ലേ അബിസാർ, അതുകൊണ്ടാണ് ഞാൻ അതിനു വേണ്ടി സമ്മതിച്ചത് എന്ന് പറയാണ്. അപ്പോൾ അയാൾ മുത്തശ്ശൻ്റെ മുമ്പിലും സമ്മതം നടത്തുക. അപ്പോൾ അബിയാണ് ഈ കള്ളത്തരങ്ങൾ ചെയ്തതെന്നുള്ള വിവരം പുറത്തു വരികയും അബിയെ വിളിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ അബി വന്നു കഴിയുമ്പോൾ നന്ദു ചോദിക്കുകയാണ്, അബിയല്ലേ ഇതെല്ലാം ചെയ്തത്, നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അബി പറയാണ്, ഓ എന്നെ കൊടുക്കാൻ വേണ്ടി വീണ്ടും കരുക്കൾ നീക്കുകയാണ് ആദർശല്ലേ, നയനയും ആദർശും കൂടി നന്ദുവിനെ വെച്ചാണ് ചെയ്യുന്നതല്ലേ, ഇപ്പം നന്ദു ആയതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് എല്ലാവരും കേട്ടോളുമല്ലോ, എന്നെ അങ്ങ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമല്ലോ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയാണ്, തീർച്ചയായിട്ടും നിന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യും, ബാക്കി കാര്യങ്ങളൊക്കെ നിയമത്തിൻ്റെ വഴിയേ പോവുള്ളൂ, അല്ലാതെ ഒന്നുമില്ല, അതിൻ്റെ പേരിൽ നീ ബുദ്ധിമുട്ടൊന്നും വേണ്ട അബി എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അബിയെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ കേസിൽ. അങ്ങനെ അബി തലകുനിച്ച് പോവുകയാണ്. അതിൻ്റെ പേരിൽ വീട്ടിൽ ബഹളം ഉണ്ടാക്കുകയാണ് നമ്മുടെ നവ്യയും അതുപോലെ ജലജയും ഒക്കെ. ജലജ പറയാണ്, എൻ്റെ മോനെ കുടുക്കിയതാണ്, അതിന് അവനെ ഒരു ബ്രാഞ്ച് കൊടുത്തത് ആദർശനും നയനയ്ക്കും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് അവനെ മനഃപൂർവ്വം കുടുക്കിയതാണെന്ന് പറയാണ്. അപ്പോൾ നവ്യം പറയുന്നുണ്ട്, അത് ശരി തന്നെയാണ്, അബിയെ മനഃപൂർവ്വം കുടുക്കിയതാ, ആദർശേട്ടൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് അത് മൂടി വെക്കാൻ വേണ്ടിയിട്ട് അബിയെ കുടുക്കിയിരിക്കുന്നതാണെന്ന് പറയാണ്. ഇത് ഞാൻ സമ്മതിച്ചതല്ല മുത്തശ്ശ എന്നൊക്കെ പറഞ്ഞ് നവ്യ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുക, ആദർശിനെ അങ്ങ് കുറ്റം പറയാണ്. ആ സമയത്ത് നയന പറയുന്നുണ്ട്, ചേച്ചി ഇത്രയൊന്നും ബഹളം വയ്ക്കേണ്ട, ചേച്ചി ഈ പറയുന്നതൊക്കെ മാറ്റി പറയേണ്ടി വരും ചേച്ചിക്ക്, അത് ഓർമ്മ വേണമെന്ന് പറയാണ്. അപ്പം നവ്യ പറയാണ്, ഓഹോ നീയും കൂടെ കൂടിയല്ലേ ചെയ്യുന്നത്, എനിക്ക് എന്തെല്ലാം മാറ്റി പറഞ്ഞാലും അതൊന്നും പ്രശ്നമില്ല, ഇപ്പം അബിയെ നിങ്ങൾ കുടുക്കിയത് തന്നെയാണ്, അല്ലാതെ അവൻ ചെയ്ത തെറ്റിനൊന്നും അല്ല അവനെ ശിക്ഷിക്കുന്നതെന്ന് പറയുക. അപ്പോഴേക്കും DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് കൊണ്ട് കാണിക്കുകയാണ് നയന. ജലജയും അതുപോലെ തന്നെ നവ്യയും ഞെട്ടിപ്പോവാണ് കേട്ടോ. അബിയാണ് ചന്തുമോളുടെ അച്ഛൻ എന്നുള്ള വിവരം അറിയിക്കുക, അബിയുടെ ചരിത്രം മുഴുവൻ അവിടെ വിളമ്പുകയും ചെയ്യുകയാണ്. അപ്പോൾ ദേവയാനിയും ഇതിന് സപ്പോർട്ട് പറയുന്നുണ്ട്. എല്ലാവരും പറയുമ്പോൾ നവ്യ പറയാണ്, ഇതെല്ലാം അറിഞ്ഞിട്ട് നിങ്ങളാരും എന്നോട് പറഞ്ഞില്ല, ഇന്നെ പൊട്ടിയാക്കുമായിരുന്നു നിങ്ങൾ, അവൻ പറഞ്ഞപ്പോഴും സ്നേഹിച്ചപ്പോഴും ഒക്കെ ഞാനത് വിശ്വസിച്ചു, എന്നിട്ടിപ്പം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലുണ്ടായിട്ട് നയനെ നീ എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്നൊക്കെ ചോദിക്കുക. അപ്പം നയന പറയാണ്, അത് മുത്തശ്ശൻ പറഞ്ഞിട്ടാണ്, ഒരു കുഞ്ഞുമായിട്ട് ചേച്ചി ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടായാൽ ചേച്ചി കുഞ്ഞിനെ എടുത്തുകൊണ്ട് തിരിച്ചു പോകും, ചേച്ചി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല, അതുകൊണ്ട് തൽക്കാലം ഇത് പറയേണ്ടെന്ന് മുത്തശ്ശൻ പറഞ്ഞിട്ട് തന്നെയാണ് ഞാനും ആദർശേട്ടനും ഇങ്ങനെ ഒരു നാടകം കളിച്ചത്, അതുകൊണ്ട് ചേച്ചിക്ക് നഷ്ടമൊന്നുമില്ല, ചന്തുമോള് എന്നും ഞങ്ങളുടെ മോള് തന്നെയായിരിക്കും എന്ന് പറയാണ്. അപ്പോൾ നവ്യയുടെ നെഞ്ച് തകരുകയാണ് കേട്ടോ. അബി ഇങ്ങനെയൊക്കെ ചെയ്തല്ലോ എന്ന് ഓർത്തിട്ട് ആകെ പാടെ തകർന്ന് നവ്യ റൂമിലൊക്കെ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ മേശയല്ല
അലമാരിയൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ എന്നറിയാൻ തപ്പുമ്പോഴാണ് നവ്യയ്ക്ക് ഫോൺ കിട്ടുന്നത്, നമ്മുടെ അനഘയുടെ ഫോൺ കിട്ടുന്നത്. ആ ഫോൺ അങ്ങ് സെർച്ച് ചെയ്യുമ്പം അതിൽ അഭിയും അനഘയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുകയാണ് നവ്യയ്ക്ക്. നവ്യ അങ്ങ് തകർന്നു പോവാണ്. അതിനുശേഷം നവ്യ അത് എടുത്ത് നോക്കുമ്പോൾ ലാസ്റ്റ് കിടക്കുന്ന വീഡിയോയിൽ കാണുന്നത് അഭി അനഘയെ കഴുത്തിൽ കുത്തിപ്പിടിക്കുകയും വാ പൊത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്ത് അനഘയെ ബോധം കെടുത്തി വീഴ്ത്തുകയാണ്. അതോടുകൂടിയാണ് അനഘ കിടപ്പായി പോകുന്നതും. ഓക്കെ, മുത്തശ്ശനോട് സത്യം പറയാൻ പോകുമ്പം അഭിയും അഭിയുടെ സുഹൃത്തുക്കളും കൂടി അത് ചെയ്യുന്ന വീഡിയോ കാണുകയാണ്. അത് എടുത്തുകൊണ്ട് വന്നും എല്ലാവരെയും കാണിക്കുന്നുണ്ട് നവ്യ കേട്ടോ. മുത്തശ്ശ ഇത് കണ്ടോ, അനഘയുടെ കുഞ്ഞിൻ്റെ അച്ഛൻ മാത്രമല്ല, അവളിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നതിന് കാരണം ആ ദുഷ്ടനാണ്, അവനെ വെറുതെ വിടരുതെന്നൊക്കെ പറയുന്നുണ്ട് നവ്യ. എന്നിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കുഞ്ഞുമായിട്ട്. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് എന്നും പറഞ്ഞ് പോവാണ്. എന്നിട്ട് കനകയുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ മോളെ എന്ന് ചോദിക്കുക. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം പറയുകയാണ് കനകയോട്. എന്നിട്ട് പൊട്ടിക്കരയാണ്. അഭി എന്നെ പറ്റിക്കുകയായിരുന്നു, രണ്ടാമതും അവൻ സ്നേഹം നടിച്ച് വന്നപ്പോൾ അവൻ്റെ സ്വഭാവം മാറിയെന്നോർത്ത് ഞാൻ സന്തോഷിച്ചതാ. പക്ഷേ ഇതായിരുന്നു നമ്മെ അവൻ്റെ യഥാർത്ഥ സ്വഭാവം. ഇനിയിപ്പം ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആരെയാണ് വിശ്വസിക്കേണ്ടത്? ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ആദർശേട്ടനെയും നയനെയും ഞാൻ ഒരുപാട് കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിരിക്കും ഞാനിപ്പോൾ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നവ്യ കനകയെ കെട്ടിപ്പിടിച്ച് കിടന്ന് കരയുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്